നമസ്കാരം. ചെമ്മീനിലെ കറുത്തമ്മയും മനസ്സിനക്കരയിലെ കൊച്ചുത്രേസ്യയും അനശ്വരമാക്കിയ നടിയാണ് ഷീല. മലയാള സിനിമയ്ക്ക് ഒരുപാട് അനശ്വര കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഷീലയുടെ ഒരു കഥ നല്ല കഥ ജനുവരി 31 തിയേറ്ററുകളിലെത്തും. നടി ഷീലയെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു മലയാള സിനിമ എത്തിയിട്ട് ഒരുപാട് നാളായി. ഒപ്പം തിരിച്ചു വരവിനൊരുങ്ങി നടൻ ശങ്കറും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, സുഖമോ ദേവി എന്നീ ചിത്രങ്ങളിലെ നായകനെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ഒരു കാലത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ശങ്കർ. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും താരപദവിയിലേക്കുള്ള യാത്രയിൽ ശങ്കർ എപ്പോഴും കൊഴിഞ്ഞുപോയി. കഴിഞ്ഞില്ല. ഇരുവരുടെയും കൂടെ നടി അംബികയും ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള നടികളാണ് ഷീലയും അംബികയും. അവരോടൊപ്പം ശങ്കറും ഒന്നിക്കുമ്പോൾ പഴയകാല സ്മരണകൾ പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും എത്തുന്നു. ബ്രൈറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബ്രൈറ്റ് തോംസൺ തിരക്കഥ രചിച്ച് നിർമ്മിക്കുന്ന ഈ ചിത്രം പ്രസാദ് വാളാച്ചേരിയാണ് സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചും മ്യൂസിക് ലോഞ്ചും പ്രശസ്ത നടൻ കോട്ടയം രമേശാണ് നിർവഹിച്ചത്. സംവിധായകൻ പ്രസാദ് വാളാച്ചേരി, ഗായിക അഖില ആനന്ദ്, മറ്റ് അണിയറ പ്രവർത്തകരും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയിലെ പ്രബല ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനത്തിന്റെ ഉടമ. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് ഒരു സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ടാകുന്നു. അതിനായി ഇറങ്ങിത്തിരിച്ചു. നിർമ്മാതാവിന്റെ ഭാര്യയ്ക്ക് പുതിയ കാലഘട്ടത്തിലെ സിനിമയുടെ സ്ഥിതിവിശേഷങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. വലിയ പ്രതിസന്ധികളായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്നത്. അതിനെയെല്ലാം സ്വന്തം ഇച്ഛാശക്തിയിലൂടെ നേരിട്ട് ഒരു കമ്പനി നിർമ്മിച്ച് പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. ഇതാണ് ഒരു കഥ നല്ല കഥ എന്ന സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. വലിയ താരനിരയുടെ അകമ്പടിയോടെയും ആകർഷകമായ മുഹൂർത്തങ്ങളിലൂടെയും ക്ലീൻ എന്റർടൈനറായിട്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം. നിർമ്മാതാവിന്റെ ഭാര്യാവേഷത്തിലെത്തുന്നത് പ്രശസ്ത നടി ഷീലയാണ്. അംബിക, ശങ്കർ, കോട്ടയം രമേശ്, ഇടവേള ബാബു, ദിനേശ് പണിക്കർ, നന്ദകിഷോർ, നിഷ സാരൻ, റിയാസ് നർമ്മകല, ബാലാജി ശർമ്മ, കെ സുധാകരൻ, സാബു തിരുവല്ല, ബ്രൈറ്റ് തോംസൺ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. ബ്രൈറ്റ് തോംസന്റെ ഗാനങ്ങൾക്ക് പ്രണവം മധു ഈണം പകർന്നിരിക്കുന്നു. SP വെങ്കടേഷാണ് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത്. വേണുഗോപാൽ, അഖില ആനന്ദ്, ഋതു കൃഷ്ണ, സ്റ്റാർ സിംഗർ വിന്നർ സരിത രാജീവ് എന്നിവരായിരുന്നു ഗായകർ. ഛായാഗ്രഹണം വിപിനാണ് നിർവഹിക്കുന്നത്. തിരുവനന്തപുരം, വാഗമൺ, കോട്ടയം എന്നിവിടങ്ങളിലാണ് ചിത്രം ചിത്രീകരിച്ചത്. 2018 പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ചിത്രം ഭ്രമണമാണ് മലയാളത്തിൽ ശങ്കറിന്റെ അവസാന സിനിമ. ഷീലയുടെ മികച്ച തിരിച്ചുവരവ് തന്നെയായിരിക്കും ഒരു കഥ നല്ല കഥ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.